ഹായ് ഗൈസ്, ഇന്ന് തൊയ്യബ് മീഡിയയിലെ ഒരു കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലറാണ്. ആരാണ് നായകൻ എന്നറിയില്ലേ? നമുക്കെല്ലാം അറിയാവുന്ന വിനായകനാണ്. ഒരു പോലീസ് ഓഫീസറായി വിനായകനും വില്ലനായി മമ്മൂട്ടിയും വരുന്ന കളങ്കാവൽ സിനിമയുടെ ജിബിൻ ഗോപിനാഥ്, രജീഷ വിജയൻ ഇവരൊക്കെ ഇതിൽ ഉൾപ്പെടുന്ന ഒരു കാസ്റ്റിംഗ് ആണ്. ഇത് ജിതിൻ കെ ജോസ് ആണ് ഡയറക്റ്റ് ചെയ്തത്. റൈറ്റർ ജിതിൻ കെ ജോസ്, ജിഷ്ണു ശ്രീകുമാർ. വളരെ കാലത്തിന് ശേഷം വളരെ കാത്തിരുന്ന ഒരു സിനിമ തന്നെയാണ് കളങ്കാവൽ. അപ്പോൾ ആ സിനിമ നമുക്ക് ട്രെയിലർ ഒന്ന് കണ്ടിട്ട് വരാം. തിരുവനന്തപുരം ജില്ലയുടെ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കോട്ടായിക്കോണം എന്ന ഗ്രാമം. അവിടുത്തെ രണ്ട് യുവാക്കൾ തമ്മിലുണ്ടായ നിസ്സാരമായൊരു തർക്കം അവരുടെ സുഹൃത്തുക്കൾ ഏറ്റുപിടിച്ച് വലിയൊരു വഴക്കായി മാറി. പിന്നീട് അത് നാട്ടിലെ രണ്ട് പ്രബല സമുദായങ്ങൾ തമ്മിലുള്ള ഒരു ലഹളയായി മാറുന്നു. ആ വർഗീയ കലാപത്തിന്റെ തായ്വേരുകൾ തേടിച്ചെന്ന കേരള പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിനു മുന്നിൽ അവിചാരിതമായി തുറന്നു കിട്ടിയ ഞെട്ടിക്കുന്ന തെളിവുകളുടെ കഥ. തിരഞ്ഞ് ഒടുവിൽ തങ്ങൾ എത്തി നിൽക്കുന്നത് ഒരു മഞ്ഞുമലയുടെ അറ്റത്താണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർ നടത്തിയ അത്യസാധാരണമായൊരു കുറ്റാന്വേഷണത്തിന്റെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. ഇതിനൊരു അവസാനമല്ലേ സാറേ? നമ്മളായിട്ട് തന്നെ പൊക്കിയാൽ ഇത് അവസാനിക്കാനത്. സാറേ, അവർ ഇത്രയൊക്കെ ചെയ്തിട്ട് എങ്ങനെയാണ് സാറേ ഞാൻ സമ്മാനം തിരിച്ചു കൊടുക്കുന്നത്? സാറേ, നമ്മൾ വിചാരിച്ചത്ര ബ്രില്യൻ്റ് അല്ലെന്നാണ് തോന്നുന്നത്. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ ജയകൃഷ്ണൻ. ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് എന്തിനാ കൊല്ലുമ്പോഴെന്നറിയോ? കളങ്കാവ് മമ്മൂട്ടി കമ്പനിയാണ് ഇത് പ്രൊഡ്യൂസർ ചെയ്യുന്നത്. നവംബർ 27, 2025 തന്നെ ഇത് ഇറങ്ങുന്നതായിരിക്കും. കളങ്കാവല് ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു ഇന്ത്യൻ മലയാളം ലാംഗ്വേജ് ആക്ഷൻ ക്രൈം ത്രില്ലറായി ഡയറക്ടർ ജിതിൻ കെ ജോസ് ഇറക്കുന്ന ഒരു സിനിമയാണ്. ഒരുപാട് കാത്തിരുന്ന മമ്മൂട്ടി ട്രിബ്യൂട്ട് വിനായകനെ കുറിച്ചും ഇവർ രണ്ട് തമ്മിലുള്ള ഈ ആക്ടിങ് സ്കില്ലും നമുക്ക് അറിയേണ്ടതുണ്ട്. വില്ലനായി മമ്മൂട്ടിയും നായകനായി വിനായകനും വരുന്ന ഈ ഒരു സിനിമ എങ്ങനെ ജനങ്ങൾ ഏറ്റെടുക്കും, പ്രേക്ഷകർക്ക് എങ്ങനെ ഈ ഒരു സിനിമ, പിന്നെ ഗായത്രി അർജുൻ, രജീഷ വിജയൻ ഇവരൊക്കെ സപ്പോർട്ടിംഗ് റോൾസ് ചെയ്യുന്ന ഒരു വമ്പൻ ഒരു നവംബർ 27 തിയേറ്റർ പൂരപ്പുറമാക്കുന്ന ഒരു ത്രില്ലർ ക്രൈം സിനിമയാണ്. പിന്നെ ഒരു രാഷ്ട്രീയപരമായതും പിന്നെ ഒരു സോഷ്യൽ മീഡിയ ഹാൻഡ് ഓവറുമായ ഒരു ഇൻവെസ്റ്റിഗേഷൻ തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. ഒരു ജേർണലിസം, ഒരു സോഷ്യൽ മീഡിയ, ഓൺലൈൻ മീഡിയക്കൊക്കെ ബന്ധമുള്ള ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റീവർക്ക് ഉപകാരപ്പെടുന്ന സ്റ്റോറി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സ്റ്റോറി ഈസ് എ ട്രൂത്ത് എന്ന് തന്നെ നമുക്ക് പറയാം. ഇത് പ്രവീൺ പ്രഭാകരാണ് ഇത് എഡിറ്റ് ചെയ്യുന്നത്. മ്യൂസിക് മുജീബ് മജീദ്. അപ്പോൾ ഇന്ത്യൻ സിനിമ എന്ന് തന്നെ നിൽക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഫേവറവർ ഫിലിംസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ സിനിമ ഇനി എങ്ങനെ തിയേറ്ററിലാണെങ്കിലും ഏത് രീതിയിലായാലും കണ്ടാൽ നമ്മൾ അഭിപ്രായം പറയുന്നതായിരിക്കും. ഇതൊരു വെറും റിയാക്ഷനാണ്. മമ്മൂട്ടി ബ്രഹ്മയുഗം അവാർഡ് വാങ്ങിയതിന് ശേഷം പിന്നെ ഒരു സിനിമയോ തിരിച്ചു വരവോ മമ്മൂട്ടി കരിയറിൽ കൊണ്ടുവന്നില്ല. അതുകൊണ്ട്
ഏറ്റവും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് മമ്മൂട്ടി സിനിമയിലാണ്. മമ്മൂട്ടിയുടെ ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങൾ സംഭവിച്ച ഒരു നിമിഷങ്ങളായിരുന്നു. അതിൽ നിന്നൊക്കെ തിരിച്ചു വരുമ്പോൾ ഒരു പുതിയ പുത്രനായി ജനിക്കുന്ന രീതിയിൽ മമ്മൂട്ടി സിനിമയിൽ വീണ്ടും കമ്മിങ് ബാക്ക് നടത്തിയിരിക്കണം. അതൊരു നടൻ്റെ ഉത്തരവാദിത്തമാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കളങ്കാവൽ എന്ന് പറയുന്ന ഒരു ത്രില്ലർ ക്ലാസിക് സിനിമയിൽ മമ്മൂട്ടി അതിൻ്റെതായ ഗൗരവത്തിൽ അഭിനയിച്ച് കാണും. അതിൻ്റെതായ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടും എന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഈ വൈൻഡിങ് ഓഫ് കളങ്കാവൽ ട്രെയിലർ. അപ്പോൾ ബാക്കി നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഈ ട്രെയിലർ കണ്ടിട്ട് എങ്ങനെയുണ്ട്, എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിൽ ഈ സിനിമ വരാൻ ആഗ്രഹിച്ചത്, ആക്ഷനും ഒക്കെ ഉണ്ടോ, ഇതൊക്കെ എന്താണ് ഇതിലെ കഥ നമ്മുടെ മുന്നിൽ എത്താൻ പോകുന്നത് എന്നൊക്കെ നിങ്ങളുടെ ഉത്തരമാണ് നമുക്കറിയേണ്ടത്. ജസ്റ്റ് കമൻറ്റ്.